കാഞ്ചനം പെയ്യുന്ന കല്യാണമേളം അഞ്ജന കണ്ണെഴുതി അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ നിൽക്കുന്നത് കോട്ടക്കൽ OPS റോയൽ പാലസിലാണ് കേട്ടോ. നമ്മളിവിടെ ഭഗവതി കാറ്ററിംഗ് നടത്തുന്ന ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഒരുപാട് VIP-കളൊക്കെ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. കോട്ടക്കൽ മധുവേട്ടന്റെ മകളുടെ കല്യാണത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വിവാഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ പങ്കെടുത്ത 90% ആളുകളും കലാകാരന്മാരാണ്, അല്ലെങ്കിൽ കലാകാരികളാണ്. വെറുതെ പറഞ്ഞതല്ല കേട്ടോ. നമുക്കിവിടെ ഇത്രയും പേർക്ക് വെച്ച് വിളമ്പി തന്ന വിനയേട്ടൻ പോലും ഒരു കലാകാരനാണ്. അതിനെക്കുറിച്ച് വലിയൊരു കഥ പറയാനുണ്ട്. നമുക്ക് കുറച്ച് വർഷം പുറകിലോട്ടൊന്ന് പോയാലോ. വർഷം 1980-81 കാലഘട്ടം. PSB നാട്യസംഘത്തില് നമ്മുടെ കോട്ടക്കൽ മധുവേട്ടനും അതുപോലെ തന്നെ വിനയേട്ടനെല്ലാം പഠിച്ചിരുന്ന കാലം. ഈ മധുവേട്ടൻ ആരാന്ന് കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് മുമ്പോട്ട് വരാം. അതായത് 2025 ഇപ്പം നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൽ കോട്ടക്കൽ മധു എന്ന് പറയുന്ന ഒരു കലാകാരനെ കുറിച്ച് അറിയാത്ത ചുരുക്കം ചിലരേ ഉണ്ടാവുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാട്ടോ. കഥകളി മ്യൂസീഷ്യനും അതുപോലെ തന്നെ പ്ലേബാക്ക് സിംഗറും പിന്നെ കമ്പോസറുമായിട്ടുള്ള അതുല്യ പ്രതിഭയാണ് കോട്ടക്കൽ മധുവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരോടും ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കുന്ന ആദരണീയനായ വ്യക്തിയാണ് ശ്രീ കോട്ടക്കൽ മധുവേട്ടൻ. ഇനി വിനയേട്ടനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ, വർഷങ്ങളായിട്ട് ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റുന്ന ഭഗവതി കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് നമ്മുടെ വിനയേട്ടൻ. അപ്പോൾ വിനയേട്ടനും മധുവേട്ടനും തമ്മിൽ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു പരിചയത്തിന്റെ പുറത്ത് മാത്രമാണോ ഈ ഒരു ഫംഗ്ഷന് വിനയേട്ടനെ വിളിച്ചെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഒരിക്കലുമല്ല. കാരണം ജസ്റ്റ് ഒരു പരിചയത്തിന്റെ പോട്ടെ, എത്ര വലിയ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും സ്വന്തം മകളുടെ കല്യാണത്തിന് ഇങ്ങനെ ഒരു റിസ്ക് ആരും എടുക്കാൻ തയ്യാറാവില്ല. പരിചയമുള്ളത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഫുഡെല്ലാം അത്രയ്ക്കും അടിപൊളിയായതുകൊണ്ടാണ് മധുവേട്ടൻ വിനയേട്ടനെ ഈ കാറ്ററിംഗിന്റെ ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടാവുക കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതുപോലൊരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഇതുപോലൊരു പിരിഞ്ഞുപോക്ക്. 3-4 വർഷം PSB നാട്യസംഘത്തിൽ ഒരുമിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ ഒരുമിച്ച് ഒരേ ദിവസം ഒരേ അമ്പലത്തിൽ വെച്ച് അരങ്ങേറ്റം നടന്ന 2 വ്യക്തികൾ, ഒരേ ഫീൽഡിൽ പിന്നീടും ഒരു 6 വർഷത്തോളം പ്രവർത്തിച്ച വ്യക്തികൾ പിന്നീട് പിരിയുന്നു. കാരണം എന്തു തന്നെ ആയാലും നമ്മളതൊന്ന് തെരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. കാരണം രണ്ടുപേരും അവരറിയിക്കുന്ന മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന 2 വ്യക്തികളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കല്യാണത്തിൽ 90%-ലധികം ആളുകളും കലാകാരന്മാരാണ് അല്ലെങ്കിൽ കലാകാരികളാണെന്ന്. ഈ ഒരു വിവാഹത്തിന് പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകൾക്കും വിനയേട്ടനെ നന്നായിട്ട് അറിയാട്ടോ. മണ്ണാർക്കാടുള്ള നമ്മുടെ വിനയേട്ടനെ കോട്ടക്കലുള്ള എത്രയും ആളുകൾക്ക് അല്ലെങ്കിൽ കോട്ടക്കലിന് പുറത്തുള്ള പല കലാകാരന്മാർക്കും അറിയാമെന്നുണ്ടെങ്കിൽ വിനയേട്ടൻ്റെ ഭക്ഷണം കഴിച്ചവരായതുകൊണ്ട് മാത്രമല്ല കേട്ടോ. വിനയേട്ടൻ്റെ ഉള്ളിലെ കലാകാരനെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരും അല്ലെങ്കിൽ സഹപാഠികളും അധ്യാപകരും അങ്ങനെ പലരുമായിരിക്കും ഈ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവർക്കെല്ലാം വിനയേട്ടനെ നല്ല പരിചയം. പഴങ്കഥകളൊക്കെ നല്ല ഓർമ്മകളായി എല്ലാവരുടെയും മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് പുതിയ കഥയിലേക്ക് കിടക്കാം. 2 പേരുടെ പുതിയ ജീവിതം തുടങ്ങുകയാണ്. ആദ്യം തന്നെ അമ്പലത്തിൽ നിന്ന് കെട്ടുകഴിഞ്ഞ് വരനും വധുവും എത്തിയതും ആദ്യം തന്നെ വരനെ പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം കാലൊക്കെ കഴുകി അനുഗ്രഹിച്ച് ആശീർവദിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ അവർ വന്നിട്ട് ആനയിച്ച് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വധു ഇപ്പോഴും വണ്ടി തന്നെ ഇരിക്കുന്ന കാര്യം പലരും മറന്നുപോയോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരോ ആചാരങ്ങളാകുമ്പോൾ അതൊക്കെ അതിൻ്റെ മുറയ്ക്കന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മളത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഈ കഥയിൽ 2 നായകന്മാരായിട്ടുള്ള വിനയേട്ടനെയും അതുപോലെ തന്നെ മധുവേട്ടനെ എല്ലാം പഠിപ്പിച്ചിട്ടുള്ള ഗുരുനാഥനാണ് കേട്ടോ ഈ വന്നിരിക്കുന്നത്. ഗോപാലപിഷാരടി എന്ന് പറയുന്ന ഈ ഒരു മഹത് വ്യക്തിയുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ 2 പേരും. ഈ കല്യാണത്തിൽ വിനയേട്ടനോട് സംസാരിച്ചുകൊണ്ട് മാഷിന്റെ പുറകിൽ നിൽക്കുന്ന നീല ഷർട്ടിട്ട ആ ഒരു വ്യക്തിയാണ് വിനയേട്ടൻ്റെയും അതുപോലെ തന്നെ മധുവേട്ടൻ്റെയൊക്കെ സീനിയർ ആയിട്ടുള്ള നാരായണേട്ടൻ കേട്ടോ. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കേട്ടോ ആദ്യം വരനെ ആനയിച്ച് കൊണ്ടുപോയി അതേ കൂട്ടര് വധുവിനെ ആനയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മുടെ വധുവിനെ വരൻ്റെ അടുത്തേക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകായിരുന്നു കേട്ടോ.
അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തന്നെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ VIP-കൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ താഴെ ഇതുപോലെ വിളമ്പിയും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭഗവതി കാറ്ററിങ്ങിൻ്റെ കോർഡിനേഷനും ടീം വർക്കും കാര്യങ്ങളൊക്കെ ഒന്നും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ക്രൗഡുള്ള സമയത്ത് പോലും അവരത് കറക്റ്റായിട്ട് നിർവഹിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് തിരക്കുണ്ടാകുന്ന സമയത്ത് പലർക്കും പല വിഭവങ്ങളും കിട്ടാതെ വരിക, അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ സാമ്പാറോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ കിട്ടാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവതി കാറ്ററിങ്ങിൻ്റെ ടീമിന് മൊത്തത്തിൽ നല്ല ശ്രദ്ധയാണ് കേട്ടോ. ഒരുപാട് വലിയ വലിയ വ്യക്തികൾ പങ്കെടുത്ത ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു, സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അസല് ഭക്ഷണമായിരുന്നു. മാത്രമല്ല പായസം ഗംഭീരമായി. പൊതുവെ ആ കൂട്ടെല്ലാം കൂടി നന്നായിട്ടുണ്ട്. നല്ല സർവീസാണ്. പൊതുവെ ഡെലീഷ്യസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. വളരെ നല്ല ഭക്ഷണമായിരുന്നു, സ്വാദിഷ്ടമായിരുന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടും രുചിയോട് കൂടിയിട്ടും ആ ഭക്ഷണം കഴിച്ചു. സർവിങ് വളരെ നല്ല എക്സലന്റ് സർവീസാണ് കേട്ടോ. സന്തോഷം. എല്ലാവരും നല്ലത് പറയുന്നത് കേട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായിട്ടോ. മട്ടരിച്ചോറും വെള്ളരിച്ചോറും 2 കൂട്ടം പായസവും പിന്നെ എല്ലാ ഐറ്റംസുമായിട്ട് അടിപൊളി സദ്യ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കും എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കൊതിയായിട്ടോ. നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു കേട്ടോ. വളരെ നന്നായിരുന്നു. ഞങ്ങൾ വന്ന ഉടനെ ആരാ നോക്കുമ്പോൾ ഇവിടെ കോട്ടക്കലായിട്ട് ബന്ധമുള്ള ആളാണ്. എല്ലാ സാധനങ്ങളും നന്നായിരുന്നു. ഞാൻ സത്യത്തിൽ വലിയ സന്തോഷത്തിലാണ്. കോട്ടക്കൽ മധുവേട്ടന്റെ മോളുടെ വിവാഹത്തിന് വന്നേക്കാണ്. വിനയേട്ടന്റെ ഭഗവതി കാറ്ററിംഗ് പറയാതിരിക്കും, ഗംഭീര സദ്യ. അത് ഞാൻ അത്ര സന്തോഷത്തോടെ ഇഷ്ടത്തോടെ എല്ലാം ഗംഭീരമായിരുന്നു. സർവീസ് ഗംഭീരായി. സദ്യയുടെ ഓരോ വിഭവവും എല്ലാം നിറച്ച് എന്താ പറയുക സാധനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷം. കുറച്ച് കഴിഞ്ഞപ്പോൾ വിവാഹത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറും അദ്ദേഹത്തിൻ്റെ മക്കളും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വധൂവരന്മാരെ ആശീർവദിച്ച ശേഷം അദ്ദേഹം നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ഭഗവതി കാറ്ററിംഗ് അവരെ എല്ലാവരെയും നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തു കേട്ടോ. നല്ല ഭക്ഷണം വിളമ്പിയതുകൊണ്ട് മാത്രം എല്ലാവരുടെയും മനസ്സിലങ്ങനെ കയറിപ്പറ്റാൻ പറ്റൊന്നുമില്ല. പക്ഷേ എല്ലാവരോടും നല്ല രീതിക്ക് ഇടപഴകുകയും ചെയ്യുമ്പോഴാണ് വിനയേട്ടൻ ഒന്നും കൂടി എല്ലാവരുടെ ഇടയിലൊരു സ്റ്റാറായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തവണ വിനയേട്ടനെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിനയേട്ടൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോൾ കണ്ടാലും എപ്പോൾ കഴിച്ചാലും വിനയേട്ടൻ്റെ ഭക്ഷണത്തിന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. ഏതൊരു ചടങ്ങിന്റെയും അവിഭാജ്യമായ ഘടകമാണ് സദ്യ. ആ സദ്യ മനോഹരമാവുക എന്നുള്ളത് ഒരു ഭാഗ്യത്തിന്റെ എലമെന്റും കൂടി ഉണ്ടെന്ന് പറയും. പക്ഷെ ഇത് കൈപുണ്യത്തിന്റെ ഒരു എലമെന്റ് നമ്മൾ രുചിച്ചു, അറിഞ്ഞു, അനുഭവിച്ചു. ഗംഭീരായി. സന്തോഷം. PSV നാട്യസംഘത്തിൽ മധുവേട്ടനും അതുപോലെ തന്നെ വിനയേട്ടനൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ശ്രീ കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായർ ആശാന്റെ മകനാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോ ഞാൻ ഒരുപാട് കാറ്ററിങ്ങിന് പങ്കെടുത്തിട്ടുണ്ട്, പങ്കുകൊണ്ടിട്ടുണ്ട്. ഒരുപാട് കാറ്റേഴ്സ് എനിക്കറിയാം. അവര് പേര് പറഞ്ഞാൽ ചില പേര് വിട്ടുപോയെന്നുള്ള കംപ്ലൈന്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ വിനയന്റെ കാറ്ററിങ്ങിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിലപ്പോൾ ചിന്തിച്ച് പോകാറുണ്ട്. ചില പ്രത്യേകത ഉണ്ട് കാരണം അതില് കറികളുടെ ഒക്കെ ചില സ്വാദ് നോക്കുമ്പോൾ നമുക്ക് കുറെ ഗതകാല ഒരു നൊസ്റ്റാൾജിയ വരുന്ന ടേസ്റ്റ്, ഒരു ഗൃഹാതുരത്വം. ഇപ്പൊ എല്ലാം മായം ചേർക്കുന്നതിന്റെയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡിന്റെയും കാര്യങ്ങളാണ്. ഇൻഗ്രീഡിയൻസ് മസാല കൂട്ടായാലും വേണ്ടില്ല, പച്ചക്കറിയുടെ ഫ്രഷ്നെസിന്റെ കാര്യം വേണ്ടില്ല.
ഈ പച്ചക്കറി സൂക്ഷിക്കുന്നതിന്റെ ഭാഗം വെട്ടി നുറുക്കിയിട്ട് അതിന്റെ കോമ്പിനേഷന്റെ ഭാഗം നോക്കുമ്പോൾ പിന്നെ ഒരു കാറ്ററിംഗ് അങ്ങനെ വലിയൊരു പ്രത്യേകത. ഇതിപ്പോ ഈ നാടൻസദ്യയിലും വേണ്ടില്ല, ഈവനിങ് പ്രോഗ്രാംസിനായിട്ടുള്ള റിസപ്ഷനും പൊതുവെ ഒരു ഹോസ്പിറ്റാലിറ്റി, അതായത് ഒരു ജനകീയ സ്വഭാവം അവരുടെ ഇടപഴകലില്, ആദ്യത്തെ മര്യാദ കൊടുക്കുന്നതിലും പിന്നെ ഏൽപ്പിച്ച ആൾക്കാരോടുള്ള പ്രതിബദ്ധത. കാരണം ഒരു കാറ്ററിംഗ് മോശമായ മൊത്തം ടീമിനാണ് മോശം, കല്യാണവും അല്ലെങ്കിൽ റിസപ്ഷനോ. അപ്പൊ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുന്ന പോലെ ഒരു ഈ വന്നിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നവരത്തും ഇന്ററാക്ഷനും ചെയ്യാറുണ്ട്. വളരെ ഇഷ്ടമാണ്. പിന്നെ നേരിട്ട് അറിയാം. അതിനപ്പുറം വിനയന്റെ ഒരുപാട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓൾ ദി ബെസ്റ്റ് വിനയൻ എന്റെ ഭഗവതി കാറ്റേഴ്സ് മണ്ണാർക്കാട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നമസ്കാരം, ഞാൻ കോട്ടക്കൽ ശശിധരൻ. കുറേ രാജ്യങ്ങളിൽ പോയിട്ട് അനവധി നാട്ടിലെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വം കുറേയും കൂടി ഇത്രയും ഇതായിട്ടുള്ളത്. ഈ ഭഗവതി ഇതുണ്ടല്ലോ, അവരുടെ വിനയൻ്റെ ആ ഒരു സ്വാദിഷ്ടമായ ഭക്ഷണം വളരെ ആനന്ദം തരുന്ന ഭക്ഷണമായിരുന്നു. ഇപ്പം രണ്ടാമത്തെ തവണയാണ് ഞാൻ വിനയൻ്റെ ഇപ്പം എവിടെ വിനയൻ്റെ സദ്യ ഉള്ളിടത്തേക്ക് പോകണമെന്ന് അങ്ങോട്ട് തോന്നി തുടങ്ങി നമ്മുടെ മനസ്സിന്. അത് വലിയൊരു ഇതാണ്. പിന്നെ അന്നം കൊടുക്കുക വലിയ ആനന്ദമുള്ള സംഭവമാണല്ലോ. അപ്പം ഈ ഇന്നത്തെയൊക്കെ സദ്യ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരവും മനോഹരവും വയറിനും എല്ലാം ആനന്ദം തരുന്നതായിരുന്നു. വളരെ വളരെ ഇഷ്ടമായി. കോട്ടക്കൽ രവിയേട്ടനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം ഈ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഭഗവതി കേറ്ററിംഗിന്റെ വക നമ്മുടെ വരനും വധുവിനും നല്ലൊരു ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിശപ്പങ്ങടെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ പോയിട്ടിരുന്നു നല്ലൊരു സീറ്റ് നോക്കിയിട്ട്. പിന്നെ അതാ നല്ല മട്ടരിച്ചോറും കുറച്ച് സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കേട്ടോ. പപ്പടം മുതൽ നെയ്പ്പരിപ്പ് വരെയുള്ള ഐറ്റംസിന്റെ മണവും സാമ്പാറിന്റെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും കേട്ടോ. അതായത് വിശപ്പ് നല്ല കത്തി നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ഉള്ള ചോറെടുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ. 2 കൂട്ടം പായസവും ഇല നിറച്ച് സദ്യയും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കല്യാണ സദ്യക്ക് ചക്ക ചിപ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും വധുവരന്മാരും അതുപോലെ തന്നെ മധുവേട്ടനും മധുവേട്ടൻ്റെ ഫാമിലിയും എല്ലാവരും വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനത്തെ ട്രിപ്പാണ് കേട്ടോ. പക്ഷെ 10,000-3,000-ലധികം വരുന്ന ആളുകൾക്ക് വെച്ച് വിളമ്പി കൊടുത്തിട്ടും നമ്മുടെ ഭഗവതി കേറ്ററിംഗിന്റെ ആൾക്കാരൊന്നും തളർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരെല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ അവസാനത്തെ ട്രിപ്പിലുള്ള ആളുകൾക്കും ഭക്ഷണം വിളമ്പിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് കറക്റ്റ് അതിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവസാനം ഒരാളിലേക്ക് വന്നു ചേരും, ഭഗവതി കേറ്ററിംഗിന്റെ എല്ലാമായിട്ടുള്ള വിനയേട്ടൻ. അപ്പൊ ഈ ഒരു സൗഹൃദത്തിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ സൗഹൃദത്തിനെ കുറിച്ചിട്ട് കോട്ടക്കൽ മധുവേട്ടൻ എന്താ പറയാനുള്ളത് നോക്കിയാലോ. ഭഗവതി കാറ്ററിംഗ് നടത്തുന്ന വിനയചന്ദ്രൻ എൻ്റെ സഹപാഠിയാണ്. PSV നാട്യസംഘത്തിൽ കോട്ടക്കൽ PSV നാട്യസംഘത്തിൽ ഞങ്ങൾ 5-8 വർഷം ഒരുമിച്ചായിരുന്നു. എൻ്റെയും വിനയേന്ദ്രൻ്റെയും അരങ്ങേറ്റം ഒരേ ദിവസമായിരുന്നു പാട്ടിറങ്ങി. അത് കഴിഞ്ഞ് വിനയേന്ദ്രൻ വേറെ ഫീൽഡായി, ഞാൻ ഈ ഫീൽഡ് തന്നെ ആയി. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഇന്ന് നടത്തുന്ന എന്ത് ഫംഗ്ഷനും ഭഗവതി കാറ്ററിംഗ് ആണ് ഞങ്ങൾ കൂടുതൽ വിളിക്കാറ്. അത് ഭംഗിയായിട്ട് തന്നെ ഞാൻ അവനോട് പറഞ്ഞു, വിനയേന്ദ്ര വല്ല ടെൻഷൻ ആവുമെന്ന് വെച്ചപ്പോൾ ഈ ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കേ വേണ്ട, അവിടെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് കോട്ടക്കൽ രവിയേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഭഗവതി കാറ്ററിംഗ് ആയിരുന്നു. അതും എല്ലാവർക്കും തൃപ്തിയായി. ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും ഈ ഭഗവതി കാറ്ററിംഗിന്റെ സദ്യ വളരെയധികം ഇഷ്ടം.